ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിറച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കുക. ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. എഗ്ഗ് നന്നായിട്ട് പതഞ്ഞു വന്നതിന് ശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര മുഴുവനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ക്രീമി രൂപത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. സൺഫ്ലവർ ഓയിൽ ഇതിൽ നന്നായിട്ട് തന്നെ മിക്സായി ഉറപ്പായാൽ ഇതിലേക്ക് 1/4 കപ്പ് പാലും കൂടി ഞാൻ ചേർത്തെടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. പാലും ഇതിൽ നന്നായിട്ട് തന്നെ മിക്സ് ആയതിനു ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഓവനിലൊന്നല്ല ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് ബ്രീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ കേക്ക് ടീനിനെ അതിലേക്ക് ഇറക്കി വെച്ച് ലോ സ്പീഡിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്ത കേക്കാണിത്.
അപ്പോൾ ഓരോരുത്തരുടെ ഗ്യാസ് സ്റ്റവിൻ്റെ സ്പീഡിനനുസരിച്ചും ബേക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. അപ്പോൾ ഞാൻ ഈ കേക്ക് ടിന്നിൽ നിന്നും ഈ കേക്കിനെ വേർതിരിച്ചെടുക്കുകയാണ്. കേക്കിൻ്റെ ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത കാരണം പെട്ടെന്ന് തന്നെ കേക്ക് ഇതിൽ നിന്ന് വിട്ടു പോന്നോളും. ഇനി ഒരു കേക്ക് ബേസിന് മുകളിലേക്ക് ഇതിനെ കമിഴ്ത്തി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഈ കേക്ക് നല്ല സോഫ്റ്റാണ്. ഈ കേക്കിന് ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഷേപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേഗം തന്നെ ഐസിങ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബേസ് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഷുഗർ സിറപ്പിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കേക്കിന് നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെ ക്രീം ആയിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ എല്ലായിടത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. ഇനി ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുക. ക്രീം വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. കേക്കിന് ക്രീമൊക്കെ വെച്ച് മുഴുവനായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആക്കാൻ കഴിയാത്തവർ ഇങ്ങനെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ കേക്കിന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും. ഈ സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്രീം വെച്ചപ്പോഴേക്കും അതൊക്കെ പൊടിഞ്ഞിട്ട് ക്രീമിൽ അവിടെയും ഇവിടെയും ഇങ്ങനെ കാണുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല. നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കൂലേ, അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇനി ഇതിനെ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ കേക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഒരു പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിൽ ഇട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഞാൻ കൊടുക്കുന്നത്. അടിയിലും മുകളിലൊക്കെ ആയിട്ട് നല്ലൊരു ഡിസൈൻ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഡിസൈൻ കൊടുക്കാം കേട്ടോ. മുകളിൽ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ചോക്ലേറ്റിൻ്റെ പീസസ് ആണിത്. ഇപ്പോൾ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മുകളിൽ കുറച്ച് ഫ്ലവറും കൂടി വരച്ച് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിൽ നിന്ന് ഈ റോസ് ഫ്ലവർ വരക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ കേക്കിനെ കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുന്നതിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.